Good morning. Today going to talk about information in the medical record. Hospital record management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 7th യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Information in the medical record in basically two types: identification data, clinical data. It consists of entries record which do not specify the relate the patient care or treatment in the hospital. അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റയിൽ പേഷ്യൻ്റ് കെയറോ ട്രീറ്റ്മെൻറ്റിനോ ഭാഗമായിട്ടല്ലാത്ത ഡീറ്റെയിൽസ് നെയിം, സെക്സ്, ഏജ്. The items are often found in the admission record, face sheet or health record are generally not considered confidential information. അത് ഫ്രണ്ട് ഷീറ്റിൽ, ഫേസ് ഷീറ്റിലോ അല്ലെങ്കിൽ അഡ്മിഷൻ റെക്കോർഡിലോ ഫസ്റ്റ് എഴുതുന്നതാണ് ഈ ഡീറ്റെയിൽസൊക്കെ. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് ജനറലി means upon receipt of the legitimate request, it is generally acceptable to release the information without the patient permission. ഇത് ലെജിറ്റിമേറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ, അനുയോജ്യമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ പേരും കാര്യങ്ങളും വെളിപ്പെടുത്താം. അതായത് വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ വെളിപ്പെടുത്താറുണ്ട്. ക്ലിനിക്കൽ ഡാറ്റ ദിസ് ഇൻക്ലൂഡ്സ് ഓൾ ഐറ്റംസ് എൻറ്റേർഡ് ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് റിലേറ്റിംഗ് ടു ദ പേഷ്യൻ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഈ ക്ലിനിക്കൽ ഡാറ്റയിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ മെയിനായിട്ടുള്ള പാർട്സൊക്കെ വരുന്നത്, ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒക്കെ വരുന്നത്. റിപ്പോർട്ട് ജനറേറ്റഡ് ബൈ ഫിസിഷ്യൻ, നേഴ്സ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇതിലുണ്ടായിരിക്കും. ഇത് കോൺഫിഡൻഷ്യലാണ്. ദെൻ ഹെൽത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഷ്യൻ്റ് ആൻഡ് ഫിസിഷ്യൻ, പേഷ്യൻറ്റും ഫിസിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഫിഡൻഷ്യലായിട്ടാണ് കീപ്പ് ചെയ്യുക. ഇനി പേഷ്യൻ്റ് ആക്സസ്, ദ പേഷ്യൻ്റ് ഹാസ് ദോസ് ഹു റെപ്രസെൻറ്റ് ദ പേഷ്യൻ്റ് ആൻഡ് ദോസ് ഹു ദ ഓതറൈസേഷൻ ബൈ ദ പേഷ്യൻ്റ് ലെജിറ്റിമേറ്റ് റീസൺ മേ സീ ദ റെക്കോർഡ്. അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് യുക്തിപരമായിട്ടാണെങ്കിൽ നമുക്കത് കാണാവുന്നതാണ്. ദ പേഷ്യൻ്റ് ഹാസ് ഫോളോയിങ് റൈറ്റ്സ്, പേഷ്യൻറ്റിന് ചില അവകാശങ്ങളാണ്. ടു ഗെറ്റ് കൺസിഡർ റെസ്പെക്ട് ട്രീറ്റ് ഫ്രം ഓൾ സ്റ്റാഫ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിൽ നിന്നും റെസ്പെക്റ്റും കൺസിഡറേറ്റ് റെസ്പെക്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ടു ഒബ്റ്റെയിൻ ഫ്രം ഹിസ് ഓർ ഹർ ഫിസിഷ്യൻ കംപ്ലീറ്റ് കറണ്ട് ഇൻഫർമേഷൻ കൺസേണിങ് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രോഗ്നോസിസ് ഇൻ ടേംസ് ദാറ്റ് പേഷ്യൻറ്റ് ക്യാൻ റീസണബിളി അണ്ടർസ്റ്റാൻഡ്. ഇനി പേഷ്യൻറ്റിന് എന്തുണ്ടാവണം? കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ്, എന്ത് ഡയഗ്നോസിസാണ് ചെയ്യുന്നത്, ഡയഗ്നോസിസ് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അതൊക്കെ പേഷ്യൻറ്റിന് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. ടു റിസീവ് നെസസറി ഇൻഫർമേഷൻ ഇൻഫോംഡ് കൺസെൻറ്റ് ഫ്രം ഹിസ് ഫിസിഷ്യൻ പ്രയർ ടു സ്റ്റാർട്ട് ദ എനി പ്രൊസീജിയർ ഓർ ട്രീറ്റ്മെൻറ്റ്. എന്തെങ്കിലും പ്രൊസീജിയറോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സമ്മതം വാങ്ങണം, പേഷ്യൻറ്റിൻ്റെ സമ്മതം വാങ്ങണം. അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. അത് സമ്മതം വാങ്ങുന്നതിന് മുമ്പ് ഫിസിഷ്യൻ എന്ത് ചെയ്തിരിക്കണം? എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ടു ഹാവ് എവറി കൺസിഡറേഷൻ പ്രൈവസി കൺസേണിങ് ഹിസ് ഓർ ഹർ മെഡിക്കൽ കെയർ പ്രോഗ്രാം, എല്ലാ കാര്യത്തിലും പ്രൈവസി കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ട്രീറ്റ്മെൻറ്റോ ഡയഗ്നോസിസൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രൈവസി കൊടുത്തിരിക്കണം. ടു എക്സ്പെക്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ്സ് പെർട്ടൈനിങ് ടു ഹിസ് ഓർ ഹർ കെയർ ഷുഡ് ബി ട്രീറ്റഡ് കോൺഫിഡൻഷ്യൽ, എല്ലാ കാര്യങ്ങളും, എല്ലാ കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ദ മേജർ കൺസിഡറേഷൻ ബെയറിംഗ് അപ്പോൾ ഡിസ്ക്ലോഷർ ഷുഡ് ബി നേച്ചർ ഓഫ് ദ ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് ആൻഡ് പേഴ്സൺ ഓർ ഏജൻസി റിക്വസ്റ്റിംഗ് ദ ഇൻഫർമേഷൻ. ഇനി എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ചില സിറ്റുവേഷനിൽ നമ്മൾ ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മെജോറിറ്റി ഓഫ് ദ റിക്വസ്റ്റ് വിൽ കം ഫ്രം, ആരൊക്കെയാണ് സാധാരണഗതിയിൽ ഇൻഫർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്? ദ പ്രൊവൈഡർ ആൻഡ് ദ റിലേറ്റീവ്സ്, ഒന്നെങ്കിൽ പേഷ്യൻറ്റോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ, ദ മെമ്പർ ഓഫ് ദ മെഡിക്കൽ സ്റ്റാഫ്, അതർ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ കൺസേൺഡ് വിത്ത് കെയർ ഓഫ് പേഷ്യൻറ്റ്. അതായത് ഈ പേഷ്യൻറ്റിൻ്റെ കെയറിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫോ മറ്റുള്ള ഫിസിഷ്യൻസോ അവർക്കൊക്കെ റെക്കോർഡ് നോക്കാവുന്നതാണ്. തേർഡ് പാർട്ടി പേയേഴ്സ്, ഗവൺമെൻറ്റിനും അതർ ഏജൻസീസിനും ചില സിറ്റുവേഷനിൽ നമ്മൾ അവർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മേ ബി റിലീസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഓതറൈസേഷൻ. പേഷ്യൻറ്റിൻ്റെ ഹിംസെൽഫായിട്ടോ അല്ലെങ്കിൽ ലീഗലി ക്വാളിഫൈഡ് റെപ്രസെൻറ്റേറ്റീവ്, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കോ ഇത് കൊടുക്കാനുള്ള പേഷ്യൻ്റ് ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ സച്ച് ആസ് ദ പാരൻ്റ് ഓഫ് മൈനർ ആണെങ്കിൽ പാരൻ്റ് സ്പൗസിന് ചെയ്യാം. ഗാർഡിയൻ ഓഫ് ദ ഇൻഫൻ്റ് ഏജൻസി ഡെസിഗ്നേറ്റ് കോർട്ട് ഓഫ് ഗാർഡിയൻ ആയിട്ടുള്ള ആൾക്കും ഇതുപോലെ തന്നെ പേഷ്യൻ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദ കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻ്റ് നോട്ട് റിക്വയർഡ് വെൻ സപ്പോണ ഓർ ഓർഡർ ഓഫ് ദ കോർട്ട് ഡയറക്റ്റ് ദ, നമ്മൾ സമൻസോ അല്ലെങ്കിൽ കോർട്ട് ഓർഡറോ ഉണ്ടെങ്കിൽ അത് പേഷ്യൻ്റ് സമ്മതം ഇല്ലെങ്കിലും ആ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ മേ ഫിസിഷ്യൻ ടു കൺസൾട്ട് മെഡിക്കൽ റെക്കോർഡ് പർപ്പസ് ഓഫ് സ്റ്റഡി, പഠനത്തിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻ്റ് സമ്മതം ഇല്ലാതെ തന്നെ നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽസ് ഓഫ് ഓർ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ ടു ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് കമ്മിറ്റി. ഇനി അത് അവർക്ക് കിട്ടണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ സമ്മതം അവർക്ക് ആവശ്യമാണ്. ദ ഹോസ്പിറ്റൽ ഷാൽ നോട്ട് ഡിസ്ക്ലോസ് ടു ഇൻഷുറൻസ് കമ്പനി എനി പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ മെഡിക്കൽ റെക്കോർഡ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഇനി ഇൻഷുറൻസ് കമ്പനിക്ക്
നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.